ഇൻവെസ്റ്റിംഗിലെ ജേണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണോ നിങ്ങൾ? ഇൻവെസ്റ്റിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാമെന്നും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ബുക്കാണ് വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ്. അറിയപ്പെടുന്ന അമേരിക്കൻ ഇൻവെസ്റ്ററും ഫോർമർ ഫണ്ട് മാനേജറുമായ പീറ്റർ ലിഞ്ചിന്റെ ഈ ബുക്കിനെ കുറിച്ചാണ് ഗ്രോ റീഡ് സീരീസിന്റെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് 1989 പീറ്റർ ലിഞ്ച് ആൻഡ് ജോൺ റോത്ത്ചൈൽഡ് എന്നിവർ ചേർന്നാണ് ഇത് എഴുതുന്നത്. മോർ ദാൻ 1 മില്യൺ കോപ്പീസ് വിറ്റഴിഞ്ഞ ഒരു ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ബുക്കാണിത്. ദ മെഗല്ലൻ ഫണ്ടിന്റെ മാനേജർ ആയിരുന്ന പീറ്റർ ലിഞ്ച് 1977നും 1990ക്കും ഇടയിൽ ആവറേജ് ആനുവൽ റിട്ടേൺ ഓഫ് 29.2% ജനറേറ്റ് ചെയ്തു. S&P 500 ഇൻഡെക്സിന്റെ ഇരട്ടിയിലധികമായിരുന്നു അതും തുടർച്ചയായി. ഇത് മെഗല്ലൻ ഫണ്ടിനെ ലോകത്തിലെ ബെസ്റ്റ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ടാക്കി മാറ്റി. ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഈ ബുക്കിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. സോ വൺ അപ്പോൺ വാൾ സ്ട്രീറ്റിൽ നിന്നുള്ള ടോപ്പ് 5 ലേണിംഗ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ് നമ്മൾ. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. യു ആർ വാച്ചിങ് ഗ്രോ മലയാളം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് ബിഗിൻ. വൺ അപ്പോൺ വാൾ സ്ട്രീറ്റിൽ നിന്നുള്ള ഫസ്റ്റ് ടേക്ക് അവേ. ഡെയിലി ലൈഫിൽ നമുക്ക് നല്ല പരിചയമുള്ള റെഗുലറായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് പുറത്തിറക്കുന്ന കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, XYZ എന്ന കമ്പനിയുടെ കോഫി നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത ആളുകൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ ഫോക്കസ് ചെയ്യണം. നല്ല ഡീറ്റെയിൽഡ് റിസർച്ച് നടത്തിയതിനു ശേഷം ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസും ബാലൻസ് ഷീറ്റും നല്ല സ്ട്രോങ് ആണെന്ന് മനസ്സിലാകുമ്പോൾ അതിലൊരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന കൺക്ലൂഷനിൽ നമ്മൾ എത്താറാണ് പതിവ്. പീറ്റർ ലിഞ്ച് തൻ്റെ ബുക്കിൽ പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിലൂടെ മാത്രമേ നല്ല കമ്പനീസിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ എന്നാണ്. ഇനി സെക്കൻഡ് ലേണിംഗ്. നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പ്രൊഫഷണൽ അനലിസ്റ്റുകളെയോ ഫണ്ട് മാനേജേഴ്സിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്യുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ കാരണമായി പറയുന്നത് ഗുഡ് റിട്ടേൺസ് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതിൻ്റെ കൂടെ ഈ പ്രൊഫഷണൽസിന് സ്വന്തം ജോലി കളയാതിരിക്കുക എന്നതുകൂടി ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ സ്മാൾ ക്യാപ് കമ്പനീസിന് റിസ്ക് കൂടുതലായതുകൊണ്ട് അവയെ അവോയ്ഡ് ചെയ്ത് പോപ്പുലർ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുക. കാരണം ഒരു പോപ്പുലർ കമ്പനി നന്നായി പെർഫോം ചെയ്തില്ലെങ്കിലും ഇവരുടെ ജോലി പോകില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തന്നെ അത്ര പോപ്പുലർ അല്ലെങ്കിൽ പോലും മികച്ച പെർഫോമൻസും പൊട്ടൻഷ്യൽസും ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ബുക്കിൽ പറയുന്നത് പ്രകാരം കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അനലിസ്റ്റുകളെയും പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സിനെയും നമുക്ക് തോൽപ്പിക്കാമെന്നാണ്. ഇനി ബുക്കിൽ നിന്നുമുള്ള തേർഡ് ലെസൺ. എന്തുകൊണ്ടാണ് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നല്ല ബോധമുണ്ടായിരിക്കണം. ഒന്നാമതായി, കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, ഡീറ്റെയിൽഡ് റിസർച്ച് നടത്തി കമ്പനിയുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്താവൂ. ബൈയിങ് ഡിസിഷൻ നമ്മൾ എടുക്കാവൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയെക്കുറിച്ച് ഒരാൾ വന്ന് നമ്മളോട് ചോദിച്ചാൽ അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പാകത്തിൽ എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഫ്രണ്ട് വന്ന് നീ ഈ സ്റ്റോക്ക് വാങ്ങിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇപ്പം XYZ എന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഈ അടുത്ത് കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രവും നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങാൻ നിൽക്കരുത്. സോളിഡ് ഫിനാൻഷ്യൽസും ഗ്രോത്ത് പൊട്ടൻഷ്യലും നോക്കി മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ. അവസാനമായി പറയുന്ന കാര്യം, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ സമയാസമയങ്ങളിൽ ടൈം ടു ടൈമായി ആ കമ്പനിയെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് മോശമാകുന്നു എന്ന് മനസ്സിലായാൽ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യുകയും വേണം. ഇനി പുസ്തകത്തിൽ നിന്നുള്ള ഫോർത്ത് ടേക്ക് അവേ. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ റിസ്കുകളെ നേരിടുന്നതിലും വോളറ്റൈൽ സിറ്റുവേഷനുകളിൽ പാനിക് ആകാതിരിക്കുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മാത്രം പോകുന്ന ഒരു സംഭവമല്ല. ചിലപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും, ചിലപ്പോൾ ഡൗൺ ആവും. മാർക്കറ്റ് ഇങ്ങനെ വോളറ്റൈൽ ആകുന്ന സാഹചര്യങ്ങളിലൊക്കെ
പേടിയുടെ പുറത്ത് സെൽ ചെയ്യാൻ തുടങ്ങിയാൽ സംഭവിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലോങ് ടേമിലേക്ക് കോമ്പൗണ്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകും എന്നതാണ്. അതുകൊണ്ട് ബുക്കിൽ പറയുന്നത് കറക്ഷൻസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മാർക്കറ്റ് എന്നാണ്. മാർക്കറ്റിലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലത് തന്നെയാണെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് പാനിക് സെല്ലിംഗ് നടത്തുന്നതിനേക്കാൾ നിങ്ങൾ കൂടുതൽ ഷെയറുകൾ വാങ്ങുകയാണ് വേണ്ടത്. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അയാളുടെ സ്റ്റോക്ക് അപ്പോൾ വിൽക്കുക എന്നതാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും ലേണിംഗ്, XYZ എന്നൊരു കമ്പനിയുടെ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് വളരെ നല്ലതാണ് എന്ന് വിചാരിക്കുക. എങ്കിൽ തന്നെയും ആ ഒരൊറ്റ പ്രൊഡക്റ്റ് കാരണം കമ്പനി വളരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു തറോ അനാലിസിസ് നടത്തി കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ആൻഡ് പ്രോഫിറ്റിൽ എത്ര പെർസെൻറ്റേജ് ഈ പ്രോഡക്റ്റിൽ നിന്നും വരുന്നു എന്ന് മനസ്സിലാക്കുക എന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നെസ്ലെയുടെ മാഗി എന്ന ബ്രാൻഡ് വളരെ നന്നായി പെർഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ മാഗിയിലൂടെ നെസ്ലെ അതിൻ്റെ റവന്യൂവിൻ്റെ 5 to 10% മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നെസ്ലെയുടെ മറ്റ് പ്രൊഡക്ട്സിന് മാർക്കറ്റിൽ അത്ര ഡിമാൻഡ് ഇല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. സ്ട്രോങ് ബ്രാൻഡുകളുള്ള കമ്പനീസ് നല്ലത് തന്നെയാണ്. പക്ഷേ ആ സ്പെസിഫിക് ബ്രാൻഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കമ്പനിയുടെ ഗ്രോത്തിന് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിവേകത്തോടെ അനലൈസ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 ലേണിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണ് എന്ന് കമൻറ്റ് ബോക്സിൽ പറയാമോ? ഒപ്പം നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ ഗ്രോ റീഡ്സിൻ്റെ അടുത്ത വീഡിയോയിൽ ഏത് പുസ്തകത്തിലെ ടോപ്പ് ലേണിങ്സിനെ കുറിച്ചാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഗ്രോന് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ഇൻട്രസ്റ്റിംഗ് ബ്ലോഗ്സ്, ന്യൂസ് എല്ലാം ഉണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.